സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇത് പയറിൻ്റെ ഇലയാണ് തോരൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയത് കൊണ്ട് മരുന്നൊന്നും അടിച്ചിട്ടില്ല. നമ്മുടെ ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യും. അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഇലകളെല്ലാം വീട്ടിൽ തന്നെ പല രീതിയിലുള്ള കറികൾ ഉണ്ടാക്കി നോക്കണം. ഇതാണ് പയറിൻ്റെ ഇല. ഇത് ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്ന് പുഴുവുണ്ടോ എന്നെല്ലാം നോക്കി കഴുകി വൃത്തിയാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. ചില സമയത്ത് ഈ ഇലകളിൽ പുഴു ഉണ്ടാകും. അത് ഇലയുടെ രണ്ട് വശവും നോക്കിയാൽ പുഴു ഉണ്ടെങ്കിൽ കാണും. ഇനി ഇതെല്ലാം നോക്കിയ ശേഷം അടുക്കി വെച്ച് മുറിച്ചെടുക്കാം. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഇലകൾ മാത്രം കറി വെച്ച് കഴിക്കാതെ നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന ഇങ്ങനെ ഓരോ ഇലകളും കറി വെച്ച് കഴിക്കും. ഇലകൾ പറിച്ചെടുക്കുമ്പോൾ മൂത്ത ഇലയേക്കാൾ നല്ലത് തളിര് ഇലകളാണ്. അത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ചിലർ പറയും ഇതിൻ്റെ വെള്ളം വെച്ച് ഊറ്റിക്കളയണമെന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പയർ നട്ടാൽ രണ്ടുണ്ട് കാര്യം. പയറും പറിക്കാം, ഇലയും കഴിക്കാം. ശരിക്കും ഈ ഇല മാത്രം കൂട്ടിയും ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദാണ്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം.
ഇങ്ങനെ എല്ലാം മുറിച്ചെടുത്ത ശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാം. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ അവർ കഴിക്കുന്ന രീതിയിൽ ഓരോന്നുണ്ടാക്കി കൊടുക്കണം. ഞാൻ എൻ്റെ മക്കളുടെ ചെറുപ്പകാലത്ത് കട്ട്ലറ്റ് പോലെ ഓരോന്നും ഉണ്ടാക്കി കൊടുക്കലാണ് പതിവ്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3-4 വെളുത്തുള്ളി മുറിച്ചതും 2-3 ചെറിയ ചുവന്നുള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഉള്ളിയുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. എരിവും അതുപോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി മുളകും മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുറിച്ച ഇല ഇട്ട് കൊടുക്കാം. 2 പിടി ഇലയാണ് ഞാൻ മുറിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം. ഇലകൾ ഉണ്ടാക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇലയിൽ വെള്ളമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മാത്രമേ വെള്ളം വേണ്ടി വരുള്ളൂ. പക്ഷേ സിമ്മിൽ വെച്ചേ ഉണ്ടാക്കാവൂ. അത് മൂടി വെച്ച് ഇളക്കി ഉണ്ടാക്കി നോക്കൂ. അതിനാണ് സ്വാദ് കൂടുതൽ ഉണ്ടാകുക. ഓരോന്നും ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കേണ്ട ഉത്സാഹമാണ് വേണ്ടത്. പാചകം ഉണ്ടാക്കാൻ പഠിക്കുകയാണെങ്കിൽ മുളകും പുളിയും ഉപ്പുമെല്ലാം കുറച്ച് ഇട്ട് ശീലിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്നും കൂടിപ്പോവാതെ നല്ല സ്വാദോടുകൂടി ഉണ്ടാക്കാൻ കഴിയും. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് വറുത്തിട്ട് കൊടുക്കാം. ഇത് അവസാനം ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ്. ഇനി ഇത് ഇലകളിലേക്ക് ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം.
ഇത് റെഡിയായി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.